സോ അത് തന്നെയാണ് നിങ്ങളോട് ഓരോരുത്തരോട് ഒരു കാര്യം പറയാം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് തികച്ചും ഫത്തഹി ഫിലിമിൻ്റെ റിവ്യൂ മാത്രമല്ല. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ സിനിമ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, ആൻഡ് ആസ് എ ഓഡിയൻസ് നമുക്ക് എന്താണ് ഒരു സിനിമയിൽ നിന്ന് വേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു മൊത്തത്തോടെയുള്ളൊരു കാര്യം എനിക്ക് തോന്നിയതാണ് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മാർക്കോ സിനിമയെ കുറിച്ചിട്ട്. അത് അനിമലും കില്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും. ആ സമയത്താണ് ഫത്തഹ് ഫിലിം വന്നത്. എനിക്ക് ഇന്നലെയാണ് ഞാൻ ആക്ച്വലി ആ ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത് തന്നെ. സോ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫത്തഹ് ഫിലിം ഈ ഒരു യൂണിവേഴ്സിനകത്ത് എവിടെയാണ് നമുക്ക് ആ ഒരു സിനിമയെ ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് അത് കൂടാതെ തന്നെ ഈ ഒരു സിനിമ ഇതേപോലെ വരുന്ന ജോൺറയിലുള്ള സിനിമയാണോ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഫ്യൂച്ചർ എന്നുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ആദ്യമേ ഞാനൊരു കാര്യം പറയാം, ഈ വീഡിയോ ബാക്കിയുള്ള വീഡിയോ പോലെയല്ല. എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെ ഒപ്പീനിയൻ, എനിക്ക് ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ വേണം. സോ നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യണം, നിങ്ങൾക്ക് എങ്ങനത്തെ സിനിമകൾ കാണാനാണ് ഇഷ്ടം എന്നുള്ളത് തന്നെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ പൊതുവേ നമ്മൾ ഒരു നല്ലൊരു സിനിമ എന്നുള്ള രീതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നല്ലൊരു കഥ വേണം, അതിനകത്ത് നല്ല രീതിയിൽ തന്നെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സ് വേണം, നല്ലൊരു ഡയറക്ടർ വേണം. അത് കൂടാതെ തന്നെ സിനിമ എഡിറ്റ് ചെയ്യുന്നതും അതിന്റെ വിഷ്വൽ എഫക്ട്സും CGയും എല്ലാം നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം. ആൻഡ് ഇങ്ങനെ ഒരു സിനിമ നമുക്ക് ലഭിക്കുവാണെങ്കിൽ എന്താണെങ്കിലും ആ ഒരു ഫിലിം വിജയിക്കുമെന്ന് നമ്മൾ പല രീതിയിലും വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വന്നിട്ടും പല സിനിമകളും പൊട്ടിപ്പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഫത്തഹി നോക്കിക്കഴിഞ്ഞാലും എനിക്ക് ഏകദേശം അതേപോലെ എനിക്ക് തോന്നി. അത് പൊട്ടി എന്നല്ല ഞാൻ പറയുന്നത്, ഫത്തഹി പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന സിനിമകൾ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഫത്തഹി ആ ഒരു ലെവലിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ആൻഡ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇനിയിപ്പോൾ ഫ്യൂച്ചറിലേക്ക്, അതായത് ഇപ്പോൾ 2025 ഇനി വരാൻ പോണ ഫ്യൂച്ചറിലേക്ക് നമുക്ക് നല്ലൊരു കഥയുണ്ടെങ്കിൽ പോലും ഒരു സിനിമ ഹിറ്റാകാൻ സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാർക്ക് വേണ്ടത് കുറച്ചും കൂടി എന്താ പറയുക, എന്തെങ്കിലും ഒരു എക്സ് ഫാക്ടർ ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനങ്ങൾ കാണാനാണ് ഓരോ ആൾക്കാരും തിയേറ്ററിൽ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കാറ്റഗറി, അതായത് ഈ ഒരു വയലൻസ് അഡൽട്ട് ഫിലിംസിന്റെ കാറ്റഗറി ഇപ്പൊ ഇത്രയും നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ബൂമായി വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഞാൻ നേരത്തെ നമ്മുടെ മാർക്കോടെ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞായിരുന്നു, അതായത് അനിമൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ നമ്മൾ കില്ലിൽ കണ്ടു, പിന്നെ അതിനുശേഷം മാർക്കോ ഇപ്പൊ ഫത്തഹി പറഞ്ഞ ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിമേഷ് രശ്മിയുടെ പുതിയൊരു സിനിമ വരുന്നുണ്ട്, ബാഡാസ് രവികുമാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊരു രീതിയിൽ അത് സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ മുതലെടുക്കാൻ വേണ്ടി ചെയ്യുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ബേസിക്കലി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോഴും ഇതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓരോരുത്തർക്ക് എന്താണ് വേണ്ടത് എന്നോട് ചോദിക്കണേ. എനിക്ക് നല്ല ഇപ്പൊ ചില സമയത്ത് എനിക്ക് കോമഡി സിനിമ കാണാനാണ് എനിക്ക് ഇഷ്ടം. ആ ഒരു സമയത്ത് സിനിമയുടെ പ്ലോട്ട് പോലും ഞാൻ നോക്കാറുണ്ട്. അത്യാവശ്യം നല്ല കോമഡി ആണെങ്കിൽ ഞാൻ കാണും, ഞാൻ ചിരിക്കും, നമ്മുടെ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ തന്നെ. ഇനി നല്ല സിനിമകളാണെങ്കിൽ ഞാൻ അതിന്റെ കഥ മാത്രം നോക്കുന്നത്. അതിന്റെ നല്ല കഥയാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും കാണാൻ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള കഥകളുള്ള സിനിമകളുണ്ട്, അത് നമ്മൾ നോക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടോണ്ട് വരുന്ന ഈ ഒരു കാറ്റഗറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അതിനകത്ത് ഒരു കഥയോ അല്ലെങ്കിൽ പ്ലോട്ടോ ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. കുറെ അധികം വയലൻസ്, അതായത് ഈ പറഞ്ഞ വയലൻസ്, അഡൽട്ട് സീന്, ന്യൂഡിറ്റി, ഈ ഒരു സാധനങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കണേ. അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ സിനിമ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ എന്റെ മൈൻഡിൽ വരുന്ന വലിയൊരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ, നമ്മുടെ സിനിമ ഇൻഡസ്ട്രി ഇനി എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇനി ഇത് സത്യം പറഞ്ഞാൽ അവരെന്താ പറയുക ഒരു നോർമാക്കി മാറ്റുമോ? കാരണം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സിനിമ വിജയിക്കാൻ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ എന്നാൽ മാത്രമേ ആൾക്കാർ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പൊ ഒരു സാധാരണ ഒരു ആക്ഷൻ സിനിമ വെറുതെ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു സിനിമ വന്നതിന് ആൾക്കാർ അതിനെ കുറിച്ച് മൈൻഡ് പോലും ചെയ്യില്ല. ഇനി ആ ഒരു കാലഘട്ടത്തിലേക്കാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഒരു സിനിമ കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടം? നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി എങ്ങോട്ടേക്ക് പോകുന്നത് ആണ് നിങ്ങൾക്ക് ഇതേപോലത്തെ സിനിമകൾ തന്നെ വീണ്ടും വരുന്ന കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതോ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ കൂടെ നമുക്ക് വേറെ നല്ല കഥകളുള്ളത്, നല്ല ഡയറക്ഷനും ആക്ടിംഗ് ഉള്ള സിനിമകൾ കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം? അതെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. പക്ഷെ നിങ്ങൾ എന്താണെങ്കിലും കമന്റ് ചെയ്യാൻ തന്നെയാണ്. കാരണം ഇത് കണ്ടിരുന്നപ്പോൾ എന്റെ മൈൻഡ് ഉണ്ടായിരുന്ന വലിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എനിക്കത് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറഞ്ഞത്. ഇനി ഫത്തഹി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിനിമയെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഇതിന്റെ പ്ലോട്ട് എനിക്ക് അത്രയ്ക്ക് കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോനു സൂദ് ആദ്യമായിട്ടാണ് ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. പുള്ളിക്കാരൻ തന്നെയാണ് ഇതിനകത്ത് മെയിൻ കാസ്റ്റിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ പ്ലോട്ട് ഒരു രീതിയിലും കൺവിൻസിംഗ് അല്ല. നമ്മൾ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഈ ഒരു വയലന്റ് ഫിലിം വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ, അതായത് അനിമൽ, കില്ല്, മാർക്കോ ഒക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരു റിവൻ സ്റ്റോറി ഒക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ആ ഒരു പ്ലോട്ട് അത്ര കമ്പലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമോഷണൽ ഫാക്ടർ നമുക്ക് ഈ ഒരു സിനിമയിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നിരുന്നാൽ തന്നെ ഈ ഒരു സിനിമയുടെ തീം എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് സൈബർ ക്രൈം. അത് തന്നെയാണ് അവർ ഈ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് അത് അവർക്ക് നല്ല രീതിയിൽ കാണിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഈ ഫിലിമിന്റെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഇമോഷണൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ഈ ഒരു മിഷന് വേണ്ടി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും സോനു സൂദിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ലൊരു ആക്ടിംഗ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സിനിമയുടെ മെയിൻ വില്ലൻ ആയിട്ടുള്ള നസറുദ്ദീൻ ഷാ ആണെങ്കിലും പുള്ളിക്കാരനും കിടിലനായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റോളാണ് നമുക്ക് പുള്ളിക്കാരന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിനിമ പ്രത്യേകതയാക്കിയിട്ടുള്ളത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെയുള്ള കുറച്ച് സീരിയസ് പ്ലോട്ടുകളൊക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് ഹ്യൂമർ ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് അത് അവർക്ക് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നത് ഹാൻസ് സിമ്മറിന്റെ സ്കോർ വരെ നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് ഈ ഒരു സിനിമയുടെ ഭയങ്കര ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഡബിൾ എഡ്ജ് ആയിട്ടുള്ള ഒരു സോഡ്. അതായത് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ഞാൻ പറഞ്ഞു സീരിയസ് ആയിട്ട് ടോൺ കാണിക്കുന്ന സമയത്ത് കോമഡി കുറച്ചും കൂടി അവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്ന പല സമയത്ത് ഇത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയില്ലെന്ന് തന്നെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ സിനിമയുടെ പേസിംഗ് ഇഷ്യൂ കുറെ ഉണ്ട്. എന്നിരുന്നാൽ തന്നെ ഇനി നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ അഡൽട്ട് വയലന്റ് സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള സിനിമകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണെങ്കിലും ഫത്തേയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു സോനു സൂദ് ആസ് എ ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള രീതിയിലും അതുകൂടാതെ തന്നെ ഇതേപോലത്തെ ഒരു ബ്ലഡി ബ്രൂട്ടൽ സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഭയങ്കര കിടിലനായിട്ടുള്ളൊരു ആക്ഷൻ കോറിയോഗ്രഫി നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കോയിൽ ചെറിയ കോറിയോഗ്രഫിയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്ന ആക്ഷനകത്ത്, പക്ഷേ ഫത്തേയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല കിഡിലനായിട്ടുള്ള ഒരു ആക്ഷൻ കോറിയോഗ്രഫിയാണ് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ കിൽസിനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ബ്ലഡി ഗ്രൂസം വയലൻസ് അതാണ് നമുക്ക് ത്രൂ ഔട്ട് ഈ സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ ഓവറോൾ ഞാൻ ഇത്രയും പറയുന്നത്, എനിക്ക് പടം ഇത് മാത്രം മാറ്റി വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള എക്സ് ഫാക്ടർ ഈ പറഞ്ഞ കിൽസ് തന്നെയാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളും അല്ല. ഞാൻ പറഞ്ഞു പ്ലോട്ട് എനിക്ക് അത്രയ്ക്ക് ഇതായിട്ട് തോന്നിയില്ല. തീം നല്ലായിരുന്നു, പക്ഷെ പ്ലോട്ട് അവർക്ക് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ ഓവറോൾ ഞാനൊരു ആക്ഷൻ സിനിമ എന്ന രീതിയിൽ നോക്കണമെങ്കിൽ ഒരു 7 out of 10 എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ, നമ്മൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അതായത് ഇനി ഒരു വയലന്റ് ഫിലിം അല്ലെങ്കിൽ ഒരു അഡൽട്ട് സിനിമ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഹിറ്റ് ആകുള്ളൂ, അതെ, അല്ലെങ്കിൽ നാട്ടുകാർ ആ ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുകയുള്ളൂ. കാരണം ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം, ഫത്തേ ഫിലിം എന്റെ ലിസ്റ്റിൽ പോലും ഇല്ലാത്തൊരു സിനിമ തന്നെയായിരുന്നു. പക്ഷെ കുറെ എന്റെ ഫ്രണ്ട്സ് എന്നെ റെക്കമെൻഡ് ചെയ്തു, കണ്ടു നോക്ക്, വളരെ കിടിലനായിട്ടുള്ള ആക്ഷനാണ്, എല്ലാവരും പറഞ്ഞിട്ടുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് ഞാൻ പോയി കണ്ടത്. യെസ്, എനിക്ക് പോയി കണ്ടത് എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ നമ്മൾ ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള നല്ലൊരു സിനിമ എന്ന് പറയുന്നത് അതിനകത്തുള്ള സ്റ്റോറി, അതുകൂടാതെ അതിനകത്തുള്ള ആക്ടേഴ്സ് എല്ലാം തന്നെയാണ്. ജസ്റ്റ് ഒരു സിനിമ കുറേയധികം വയലൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സെക്സ് കാണിക്കുന്നുണ്ട്, കുറേയധികം ന്യൂഡിറ്റി, അഡൽട്ട് കണ്ടന്റ് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും ഹൈപ്പ് വരുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അനിമൽ മുതൽ നമ്മൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്ന സെയിം പാറ്റേൺ ഇത് തന്നെയാണ്. സോ ഇനി ഇതായിരിക്കുമോ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ഫ്യൂച്ചർ എന്നുള്ളൊരു കാര്യം നമ്മളെ പോലെയുള്ള ഓരോ ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത്. അതായത് ഞാൻ നിങ്ങളോട് ആദ്യമേ ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം ഇതേപോലത്തെ സിനിമകൾ ഇനിയും വരട്ടെ എന്നാണോ, അതോ നല്ല കഥയുള്ള സിനിമകൾ കാണാനാണോ, നല്ല ഡയറക്ഷൻ, അതുകൂടാതെ തന്നെ ആക്ടിങ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെല്ലേ നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ സേഫ്. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.